ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ അടിപൊളി കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. അപ്പോൾ എന്നും നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുന്ന ഒരു സംഭവം കൊണ്ടാണ് ഇന്ന് നമ്മൾ ആ കിടുക്കാച്ചി സൂത്രം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോഴേ തലേന്നത്തെ ചോറെടുത്ത് അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടെ ചേർത്ത് നമ്മൾ നമ്മുടെ മുഖത്തൊക്കെ അങ്ങോട്ട് ഇടും. എന്നിട്ട് എന്താ അങ്ങോട്ട് മിനുമിന പളപള തിളങ്ങി അങ്ങോട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ചെയ്തേക്കുന്നത് നമുക്ക് കാണിക്കേണ്ടേ. അപ്പോൾ വൈകിട്ടൊക്കെ ആണല്ലോ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോഴതുകൊണ്ട് നമ്മൾ രാവിലെയൊക്കെ ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഇതിനകത്ത് ഈ ഒരു ഐറ്റം ഇല്ലെങ്കിൽ ഓടി വന്ന് സുപ്പ് തരാം കേട്ടോ. അവിടെ ഇല്ലാത്തവരെ എവിടുന്നേലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ടുവെച്ചു. ഇത് എപ്പോഴും നമുക്ക് സ്ത്രീകൾക്ക് സൗന്ദര്യമൊക്കെ കൂടുതലായിട്ടുണ്ടാവാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു സംഭവം നമ്മൾ മാന്തി ഞാനിവിടെ കട്ട് പറിക്കാറുണ്ട് കേട്ടോ, എടുക്കാറുണ്ട്. ആ സംഭവം കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കിടുക്കാച്ചി ഐറ്റം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ നമുക്ക് ചെയ്യാം. എന്നും ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. എന്നും ചെയ്യാൻ മടിയല്ലേ. നമ്മളെ കേരളത്തിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര മടിച്ച് കൊതകളാണ് പുറത്തുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടത് കേട്ടോ. അവര് എന്നോട് പറഞ്ഞതായിട്ടോ ഇതൊക്കെ. അപ്പോഴും മടിയില്ലാതെ നല്ല പെൺപിള്ളേരായിട്ട് ഇരിക്കണം. ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അനുസരണക്കേട് കാണിച്ചാൽ സുപ്പ് നല്ല കമ്മും കൊണ്ട് അങ്ങോട്ട് വന്നാൽ നല്ല അടിവേര്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവം പക്ഷേ ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തൊരു കുഴപ്പം. കയ്യിൽ ഇച്ചിരി മഞ്ഞ കളറൊക്കെ ആവും കേട്ടോ. അത് കുഴപ്പമില്ല. നമുക്ക് ഇച്ചിരി സൗന്ദര്യം കൂട്ടാൻ ഇതൊക്കെ വെച്ച് കയ്യിൽ പറ്റിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് നോക്കിനെ. അനക്ക് ഇടുക്കാച്ചി ആയിട്ട് കേട്ടോ. ചെയ്ത് നോക്കണേ. കൂട്ടുകൂടത്തില്ല ഇല്ലെങ്കിലും മിണ്ടത്തില്ല. ഞാൻ ചണ്ടാമണ്ട തലമണ്ട ഞാൻ കൂട്ടുവെട്ടേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്ക്. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. നമ്മുടെ ആ കിടുക്കാച്ചി ഐറ്റം ചെയ്യാൻ ഇത് 2 സാധനങ്ങൾ മാത്രം മതി. പച്ച മഞ്ഞൾ, നല്ല വെള്ളച്ചോറ് കേട്ടോ. വെള്ളച്ചോറ്, ചൂട് ചോറല്ല ഇത്, നല്ല ആറിയ. നമുക്ക് ഇന്നലത്തെ ചോറുണ്ടെങ്കിൽ അതും നമ്മുടെ ഈ പച്ച മഞ്ഞളും കൂടെ നമ്മൾ അങ്ങോട്ട് അരച്ചെടുക്കും കേട്ടോ. അരച്ചെടുത്ത് നമുക്കിത് അരിച്ചെടുക്കണം. അല്ലാതെ ഇതേപോലെ നമ്മൾ എടുക്കുമല്ല, അരിച്ചെടുക്കണം. ഒരു തുണിയിലോ വെച്ച് നമുക്കത് അതിൻ്റെ ഇതാണ് വേണ്ടത് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഈ മഞ്ഞളിൻ്റെ ഇതൊക്കെ കാണുമല്ലോ. അപ്പോഴതൊന്നും വേണ്ടരുത്. അതിനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ കൊണ്ട് ഇതൊന്ന് അരിച്ചെടുത്തോണ്ട് വരാം. തുണിക്കകത്ത് വെച്ച് നമുക്ക് അരിച്ചെടുക്കുക. ഇച്ചിരി പാടായിട്ടോ അരിച്ചെടുക്കുന്നതേ. ഞാൻ അന്നേരം അരച്ചുകൊണ്ട് വരാം. അങ്ങനെ അതേ നമ്മൾ ഇത് അരച്ചുകൊണ്ട് വന്ന് എന്താ അടിപൊളി കളറ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ മുഖത്തിടാൻ കേട്ടോ. ഒരു കുഴപ്പമില്ല. അത് നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പം അതിനൊരു ഇതൊക്കെ വേണ്ടി. അപ്പം നമുക്ക് ഇതേമാതിരി ഒരു കോട്ടൺ തുണിക്കകത്തിട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തുണി എടുത്തെടുത്ത് അവസാനത്തെ എനിക്ക് ഇത്രയും തുണിയേ കിട്ടിയുള്ളൂ കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ അരിച്ചെടുത്തു കേട്ടോ. അരിച്ചപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഞാൻ കുറേശ്ശെ ഇട്ട് എപ്പോഴും അരിച്ചെടുക്കുന്ന കേട്ടോ. അരിച്ചപ്പം നമുക്ക് നല്ല ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടി. അപ്പോൾ എപ്പോൾ എന്ത് ചെയ്യുവാണേലും നമ്മളിതേപോലെ അങ്ങ് തേക്കാതെ നമ്മളിങ്ങനെ അരിച്ചെടുക്കണം. അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ അരിച്ചെടുക്കട്ടെ. എനിക്ക് ഇത്രയും തന്നെ വേണ്ട കേട്ടോ. കുറച്ച് മതി. നമുക്ക് ചെറിയ ബോട്ടിലിനകത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. ഇതും കൂടെ ഞാനൊന്ന് അരിച്ചെടുക്കട്ടെ. നമ്മൾ കുറേശ്ശെ ഇട്ടെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ വലിയ പാടാണ്. ഇത്രയും നമ്മളെടുത്തു. അത് ചെറിയ പാത്രത്തിനകത്ത് ഞാൻ എടുത്തു. കുറേശ്ശെ ഇട്ട് നമ്മൾ ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇച്ചിരി പാടാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നത് ഇച്ചിരി പാടാണ്. നമ്മുടെ തുണിക്കകത്ത് തന്നെ ഈ അടിഭാഗത്ത് തന്നെ ഇങ്ങനെ വരും. നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നത് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ.
നമുക്കതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ദേ അരച്ച് രണ്ട് കൈയും മഞ്ഞ കളറായി. അപ്പോഴും ഞാനത് അരയ്ക്കുന്നത് കാണിച്ചത് എന്താണെന്ന് വെച്ചാലേ, നമ്മൾ മഞ്ഞൾ എടുക്കുന്നതെന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും നമ്മൾ അടുക്കളയിലെ എടുക്കുന്ന പൊടിയായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ കള്ളത്തരം കാണിച്ചിട്ട് വിചാരിക്കത്തില്ലേ. അപ്പോഴതുകൊണ്ടാണ് ഞാൻ അരയ്ക്കുന്നത് കാണിച്ചത്. പച്ച മഞ്ഞൾ കേട്ടോ, പച്ച മഞ്ഞളും കൊണ്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. മഞ്ഞ കളറായി ഇരിക്കുന്നു. പച്ച മഞ്ഞൾ നമ്മുടെ വീട്ടിലുണ്ട്, ഇല്ലാത്തവരൊക്കെ കൂടി വാങ്ങിയ സുപ്പ് തരാം കേട്ടോ. പച്ച മഞ്ഞൾ തന്നെ എടുക്കണം. പച്ച മഞ്ഞൾ നമ്മുടെ ചോറിൻ്റെ കൂടെ നമുക്ക് എന്താണ് നമ്മുടെ ആലോവേര ജെല്ല്, എൻ്റെ അണ്ണൻ എനിക്ക് വാങ്ങിച്ചിട്ട് തന്നു വേറെ കേട്ടോ. ഇത് നമ്മൾ പൊട്ടിച്ചില്ല, മറ്റേതിരിക്കുന്നു കേട്ടോ. മറ്റേതിരിക്കുന്നത് അതുകൊണ്ട് അത് തീർന്നിട്ട് മതി. നമ്മളെല്ലാം കൂടെ പന്നലാക്കി കളയണം. അതിനകത്ത് കുറച്ചും കൂടി ഇരിപ്പുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഇരിപ്പുണ്ട്. ഇത് കുക്കുംബറിൻ്റെ ഇതാ കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ചിരിക്കുന്നത് നമുക്ക് തോണ്ടിപ്പറിച്ചൊക്കെ എടുക്കാം. 2 ദിവസം കൂടെ ഒക്കെ കാണുമായിരിക്കും ഇതിനകത്ത് കേട്ടോ. ഇല്ല, ഒരു ദിവസത്തെ കഷ്ടിച്ച് നമുക്ക് ഇന്നത്തേക്കും കൂടെ ഉള്ളത് കാണും. നമ്മുടെ ജെല്ല് അങ്ങോട്ട് എടുത്തു. നമുക്കേ ഇതിനകത്ത് ഈ സംഭവം ഇനി ഇരിക്കുന്നു. എനിക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഫ്രിഡ്ജിനകത്ത്, ഫ്രീസറിനകത്തല്ല, താഴെ വെച്ചിരുന്നാൽ മതി. 10 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ മഞ്ഞളൊക്കെ എന്ന് വെച്ചാണ്ടല്ലോ, ഈ ചൊറിച്ചിൽ അതിനൊക്കെ നല്ല പച്ചമഞ്ഞളിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാമല്ലോ. ചൊറിച്ചിലിനൊക്കെ നല്ല സൂപ്പർ കിടുവാണ് കേട്ടോ. അപ്പോഴിതേ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നിങ്ങൾ കണ്ടോ? എൻ്റെ പൊന്നെ, എൻ്റെ സാറേ, എനിക്ക് എൻ്റെ പുതി വരുന്നത് എന്താണെന്ന്. നല്ല ക്രീമാണ്, നല്ല ക്രീമാണ്. നമ്മുടെ ഇതിനകത്ത് എത്രത്തോളം എനിക്ക് വ്യക്തമാകുമെന്ന് എനിക്കറിയത്തില്ല. അല്ലാതെ നമ്മൾ നേരിട്ട് കണ്ട സൂപ്പർ കിടു കേട്ടോ. നമ്മുടെ ആ ക്യാമറയ്ക്കകത്ത് അത്ര മഞ്ഞ കളർ എനിക്ക് കാണാൻ വയ്യ. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ നല്ല സൂപ്പർ കിടു. മോള് തന്നെ പറയും, അമ്മേ ഇത് എന്തോ അവൾ തന്നെ അതിശയിച്ചു കേട്ടോ. ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതൊരു ക്രീം മാതിരി നമുക്ക് ആക്കിയെടുക്കണം. മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇത്തിരി നേരം മിക്സ് ചെയ്തെടുക്കണം. ഇന്നലത്തെ മുഖക്കുരുവിൻ്റെയൊക്കെ എല്ലാവരും ചെയ്തോ? അതെപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളാണല്ലോ. അത് രണ്ടും ചെറിയ ഉള്ളിയും തേനും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഒരാഴ്ച ഇങ്ങനെ വരുമ്പോഴേ, ഒരു വേദന എന്തെങ്കിലും വരുമ്പോഴേ നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതെനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് നമ്മുടെ ഈ ഐസ്ക്രീമൊക്കെ ഉണ്ടല്ലോ, ചില ഇതേപോലെ ഈ മഞ്ഞ കളറിലുള്ള ഐസ്ക്രീമൊക്കെ, അതൊക്കെ കളറാണ്. ഇത് നമ്മുടെ കളർ ഇട്ടതല്ല, നമ്മുടെ ഒറിജിനൽ മഞ്ഞൾ തന്നെ ഇട്ടതാണ് ഞാൻ കേട്ടോ. കുറച്ച് എനിക്കത് നമുക്ക് പൊടിച്ച് വെക്കണം. പച്ച മഞ്ഞൾ അരിഞ്ഞ് ഉണക്കി പൊടിച്ച് വെക്കണം എന്നൊരു ഇതുണ്ട്. പക്ഷേ നമ്മുടെ ഈ കാലാവസ്ഥ അനുകൂലമാകുന്ന കാലാവസ്ഥ വരുമ്പോൾ നമുക്കിത് അങ്ങനെ അരിഞ്ഞുണക്കി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. നമ്മൾ അങ്ങോട്ട് ചെയ്ത പാടേ അങ്ങോട്ട് നമ്മൾ മുഖത്ത് തേക്കേണ്ട, ഇത്തിരി നേരം ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് മുഖത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ദൈവമേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ. ഇന്നാലും കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നു, മക്കൾക്ക് തേച്ച് കൊടുക്കും കേട്ടോ. ഞാനും തേക്കും. നമ്മൾ കുളിക്കുന്നതിന് മുൻപൊക്കെ ഒരു 10-20 മിനിറ്റ് നമ്മൾ തേച്ച് നിന്നിട്ട് പിന്നെ പോയി കുളിച്ചു. സോപ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നല്ല സൂപ്പർ കിടുവായിട്ട് 100-ൽ 200 മാർക്ക് നമുക്കിതിന് കൊടുക്കാം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. കളറൊക്കെ വരും കേട്ടോ. മുഖത്ത് നല്ല കളറ്. നമ്മുടെ കയ്യിലും നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കൈ തേക്കുന്നില്ല, അപ്പോൾ കയ്യിലുമൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇത്തിരി നേരം അവനൊന്ന് ഇരിക്കട്ടെ, ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നമ്മുടെ പായ്ക്ക് മഞ്ഞ കളറായതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് കേട്ടോ. നമ്മൾ അല്ലാതുള്ള നല്ല ഡ്രസ്സിലൊക്കെ ഇട്ടാൽ എൻ്റെ കയ്യിൽ നമ്മൾ മഞ്ഞ കളർ പോലൊക്കെ വരും കേട്ടോ. പഴയതൊക്കെ എടുത്തിട്ടു ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു തുള്ളി എങ്ങാണോ. ഞാൻ 2ാമത്തെ നൈറ്റ് വേറെ ഒരെണ്ണം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോഴും നമ്മുടെ ഈ പായ്ക്ക് ഇടുമ്പോൾ ഈ മഞ്ഞ കളർ ചിലപ്പം വീഴും. ഞാൻ വേറൊരു നൈറ്റ് ഇട്ടുകൊണ്ടിരുന്ന കേട്ടോ. മോളെ അവളെ ഇത് മിക്സ് ചെയ്ത കണ്ടില്ല കേട്ടോ. ഇവരില്ലാത്ത സമയത്തല്ലേ നമ്മളിതൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഞാൻ മോളെ ഒന്ന് കാണിച്ചത് കേട്ടോ. അവളും പറയാം, അമ്മ എന്ത് രസമുണ്ടോ ഈ കളർ കണ്ടിട്ട്. സത്യം നമുക്ക് വാരി കഴിക്കാൻ തോന്നുന്നു, അതുമാതിരി കിടുക്കാച്ചി കളറായിട്ടോ. ഇത് നമ്മളപ്പോഴും മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് അങ്ങോട്ട് തേച്ച് കൊടുക്കാതെ ക്രീം പരുവത്തില്ല. എൻ്റെ സാറേ, ഇതൊക്കെ കണ്ടാലുണ്ടല്ലോ നിങ്ങൾ തുള്ളിച്ചാടും, ഓടിപ്പോയി ചെയ്യാൻ നോക്കും. അത്രയ്ക്ക് നല്ല ഒരു ഈ ക്രീമാണ്. ചോറരയ്ക്കുമ്പം വെള്ളം ഒഴിക്കാതെ ചോറരയ്ക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അത്
വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്. അപ്പോഴേ എത്രച്ച് നമുക്ക് അരഞ്ഞ് കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാ. ഇച്ചിരി ഒത്തിരി നേരം നമ്മളെ അരച്ചരച്ചരച്ചരച്ച് എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളമില്ല. അപ്പോൾ നമ്മുടെ ചൂട് ചോറ് വെച്ച് ചെയ്യരുത്, തണുത്ത ചോറ് വെച്ച് തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. നമ്മുടെ ഈ പിന്നെ മഞ്ഞളിൽ ഞാൻ നോക്കിയിട്ട് കളറില്ലായിരുന്നു. അപ്പോഴും അവനെ നമ്മളിങ്ങനെ മാന്തി എടുത്തുകൊണ്ട് വന്നു, അടിച്ചു മാറ്റില്ല തന്നെ. ഞാനിവിടെ നമ്മുടെ ഇതിൻ്റെ ആവശ്യത്തിനൊക്കെ നമ്മളിങ്ങനെ എടുക്കുന്നത്, ഞാൻ മാന്തി എടുക്കും. അപ്പോൾ ഞാൻ എടുത്തപ്പം പക്ഷേ ഇവന് വലിയ കളറില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അയ്യോ അരയ്ക്കുമ്പം വലിയ കളറില്ലായിരിക്കുന്നത്. പക്ഷേ അതേ നമ്മുടെ ആ കളറ് കൊണ്ടോ, ഇത് അരച്ചെടുത്തപ്പം ആ കളർ കൊണ്ടോ സൂപ്പർ കിടു കളറായിട്ടോ. നമ്മുടെ ആ ജെല്ലിരുന്ന് അതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കേട്ടോ. മക്കൾക്കൊക്കെ നമുക്ക് കുളിക്കുന്ന സമയത്തൊക്കെ ഇച്ചിരി മുന്നേ ഇട്ട് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. 10 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിത് ചെയ്ത് നോക്കിയെങ്കിലേ നമുക്കതിൻ്റെ ആ ഒരു ഇത് അറിയത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ അല്ലേ. ഞാൻ അരച്ചെടുത്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഇതിനി ഞാൻ മിക്സ് ചെയ്തങ്ങ് വെക്കും. മക്കൾക്ക് പുരട്ടിട്ട് അവരൊക്കെ പുരട്ടിട്ട് അതേ സന്തോഷം കണ്ടോ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഈ കാണിക്കുന്നത് കണ്ടോ കേട്ടോ. ഈ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണേ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഞാൻ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ തുള്ളിച്ചാടി വരെ കാണിക്കും കേട്ടോ. അത്രയ്ക്ക് എനിക്ക് സന്തോഷം. ഇത് അരച്ചെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, ഇതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. പക്ഷെ ആ സമയത്ത് എൻ്റെ തുള്ളിച്ചാട്ടം കാണാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ മോളുണ്ട് കേട്ടോ, ഇപ്പം മോളുണ്ട്, അതുകൊണ്ടൊരു സന്തോഷം. കുഞ്ഞിനെ ഞാൻ എത്ര ആശം കാണിച്ചെന്നറിയാമോ. ഇത് കണ്ടോ 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 എന്നും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നില്ല കയ്യിൽ. നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുക വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ഇനി ഇത്തിരി കൂടെ ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴിപ്പോഴും ഞാൻ കൈയൊക്കെ നമ്മൾ അനക്കുമ്പം ദേഹത്തൊക്കെ ആവും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കയ്യിലിടുന്നില്ല. നിങ്ങൾ ആ കുളിക്കുന്ന സമയത്ത് കയ്യിലും കൂടെ ഇട്ടുള്ളൂ കേട്ടോ. ഇടുന്നവർ ഇപ്പോൾ ഞാൻ കയ്യിലിടുന്നില്ല, മുഖത്ത് നമ്മളെ ഇട്ട് കാണിക്കുക കേട്ടോ. നമ്മുടെ മറ്റേ ആ പായ്ക്കളൊക്കെ ഇടുന്നത് പോലെ തന്നെ നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്ക് സംസാരിക്കാതെ ഇരിക്കാം. ചോറും ഈ ചോറ് തന്നെയാണെങ്കിലും സൂപ്പർ കിടുവാണ് കേട്ടോ. പിന്നെ എപ്പം ചെയ്യുവാണെങ്കിലും നമ്മൾ ഇതേമാതിരി അരിച്ചൊക്കെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഈ അരച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വേസ്റ്റൊക്കെ അതിനകത്ത് കാണത്തില്ല. അപ്പോൾ എപ്പം നമ്മൾ എന്ത് തന്നെ ചെയ്യുവാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പായ്ക്കളിടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അരിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. ഇതേപോലെ കോട്ടൻ്റെ തുണി ഇങ്ങനെ അരിച്ചെടുത്ത തുണിയെല്ലാം തീർന്നു കേട്ടോ. ബാക്കിയുള്ള ഇച്ചിരി ഇതും കൊണ്ട് നമുക്ക് വെള്ളമുണ്ടൊക്കെ നമ്മൾ കഴുകി വെച്ചേക്കുന്ന വെള്ളമുണ്ടൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ അരിപ്പയ്ക്കകത്തും എനിക്ക് തോന്നുന്നില്ല അത്ര ഇതായിട്ട് നമുക്ക് കിട്ടുന്നു. പക്ഷെ നമുക്ക് ഈ കോട്ടൺ തുണി കൊണ്ടാണ് കൂടുതലും നല്ലത് കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. ഞാൻ എപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും കോട്ടൺ തുണിക്കകത്ത് ഞാൻ അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴും നമുക്കത് നല്ല ഇതാണ്. അപ്പോഴും നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഈ കണ്ണിൻ്റെ താഴെയൊക്കെ ആ കറുപ്പും ഒക്കെ മാറാൻ വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പെയിൻ്റ് അടിച്ച മാതിരി കഥകളിക്കാരൊക്കെ ഈ മഞ്ഞ കളറൊക്കെ അടിക്കുമല്ലോ, അതുമാതിരിയാ അല്ലേ. അപ്പോഴിത് ചോറാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഈ പരുവത്തിലാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത് കേട്ടോ. അതെ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും നിങ്ങൾ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാനും നോക്കരുത്. ആ ഒരു ചോറിൻ്റെ ഇതിൽ തന്നെ നമ്മൾ ആ ചോറിൻ്റെ നീരും മഞ്ഞളിൻ്റെ നീരും മാത്രമേ ആകാവൂ. വെള്ളം ഒഴിച്ച് ഒരിക്കലും നമ്മൾ അത് ചെയ്തിട്ട് പ്രയോജനമില്ലല്ലോ വെള്ളം ഒഴിച്ച് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് തുടയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ടിട്ട് 20 മിനിറ്റായി. ഇന്നിപ്പം നമുക്ക് നല്ല വെയിലില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഈ വെയിലുള്ള സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുഖമൊക്കെ ഉണങ്ങി വരും. ഇന്നിപ്പം ആരൊക്കെ ഇവ നോക്കിപ്പോയി, എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് നോക്കുന്നേ ഇല്ല, ആരാണോ എന്തോ. ഇങ്ങനെ ഇച്ചിരി ഒന്ന് വെള്ളം ഒന്ന് തൊട്ടിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. കാണാം അത്ഭുതം കേട്ടോ.
അപ്പോഴാ ഒരു ചോറിൻ്റെ നമുക്ക് വേണമെങ്കിൽ മസാജ് ഇങ്ങനെ നമുക്ക് ഇത് തേച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് മസാജ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്തോളൂ കേട്ടോ. ഇവിടെ മിക്കവാറും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് മസാജൊക്കെ ചെയ്ത് എടുത്ത് കേട്ടോ. എന്ത് സോഫ്റ്റ് ആകുമെന്ന് അറിയണം. നമ്മുടെ മുഖമൊക്കെ നല്ല സോഫ്റ്റ്, ആ ചോറിൻ്റെ നല്ല ഇതൊക്കെ ഇട്ടുമായി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കൈ ഒന്ന് ഒരു മഞ്ഞ കളറാവും. പിന്നെ എപ്പോഴും പഴയത് ഇട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. ഇതേ എപ്പോഴും നമ്മൾ പഴയത് ഇട്ട് ചെയ്യാൻ നോക്കണം. എന്ന് വെച്ചാൽ മഞ്ഞളിൻ്റെ ആ ഒരു ഇത് കാണും കേട്ടോ. പിന്നെ വെള്ളം തൊട്ട് നമ്മൾ തുടയ്ക്കാൻ പെട്ടെന്ന് വലിച്ചു പറിച്ചെടുക്കാതെ പതുക്കെ നമ്മൾ ഏത് പായ്ക്കാണെങ്കിലും നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് വെള്ളം തൊട്ട് നമ്മൾ തുടച്ച് മാറ്റുന്നത് എപ്പോഴും നല്ലതാണ്. റിസൾട്ട് കണ്ടല്ലോ എല്ലാവരും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വൈകുന്നേരമൊക്കെ ചെയ്തോളൂ. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് വെയിലത്തുനിന്ന് ഇറങ്ങി നിൽക്കാൻ നോക്കരുത് കേട്ടോ. യാത്രയ്ക്കൊക്കെ പോകുന്നവരാണെങ്കിലും ഈ മഞ്ഞളിൻ്റെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കഴിവതും വെയിലത്ത് ഇറങ്ങാതെ നോക്കുക കേട്ടോ. വെയിലൊക്കെ അല്ലെങ്കിൽ പിന്നെ വൈകിട്ടൊക്കെ ചെയ്തോളൂ കേട്ടോ. യാത്രയ്ക്ക് പോകുന്നവരെ കുഴപ്പമില്ല. എന്നെപ്പോലെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളങ്ങനെ വെയിലത്ത് ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ കേട്ടോ. തണുത്ത വെള്ളത്തിൽ തുടച്ചെടുക്കാൻ നോക്കണം കേട്ടോ. ആ കയ്യിലെ മഞ്ഞ ഇത് പോയില്ല. ഇത് നോക്കണം കേട്ടോ. 10-22 വയസ്സായ മക്കളുമാർക്കും ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ 10 വയസ്സിന് കൂടുതലുള്ള ഏത് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. അമ്മമാർക്കും ചെയ്യാം, എന്നെപ്പോലെയുള്ള അമ്മമാർക്കും ചെയ്യാം, അമ്മമ്മമാർക്കും ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ നല്ല കളർ വരും. മഞ്ഞളിൻ്റേത് അറിയാമല്ലോ. നല്ല എന്നും വെച്ച് എന്നും ചെയ്യേണ്ട കേട്ടോ. എന്നും ചെയ്യേണ്ട. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി. മഞ്ഞളല്ലേ, അപ്പോഴും ചിലപ്പം തോന്നും മഞ്ഞൾ കൂടുതലായിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഇതായിട്ട് നമുക്ക് തോന്നും. അപ്പോഴങ്ങനെ എന്നും ഒന്നും നമ്മൾ ചെയ്യേണ്ട. വല്ലപ്പോഴും ഒക്കെ ചെയ്തു ആഴ്ച ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് നല്ല കളറ് കിട്ടും. മുഖക്കുരുവൊക്കെ വന്ന പാടുകളും മാറും. അപ്പോൾ ചോറിൻ്റെ ഇതും അറിയാമല്ലോ. ചോറ് മാത്രമാണെങ്കിലും നമുക്ക് ഇടു സൂപ്പർ ഐറ്റമാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ എത്ര മാർക്ക് കൊടുക്കണം ഇതിനെ? 100-ൽ 200 മാർക്ക് കൊടുക്കണോ? അപ്പോൾ മാർക്കൊക്കെ പറയണം എല്ലാവരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്കിടിയിലും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.